ICC Men's T20 World Cup 2024. South Africa is going to face India in the finals. അഫ്ഗാനിസ്ഥാനോട് സൗത്ത് ആഫ്രിക്ക വളരെ ഡോമിനന്റ് ആയി ജയിക്കുന്നു. അതേപോലെ തന്നെ ഇംഗ്ലണ്ടിനോട് ഇന്ത്യയും വളരെ ഡോമിനന്റ് ആയിട്ട് ജയിക്കുന്നു. നമുക്ക് നോക്കാം സെമി ഫൈനലുകളും ഇനി വരാൻ പോകുന്ന ഫൈനലും. യു ആർ വാച്ചിങ് പാഡി ഫീൽഡ് ക്രിക്കറ്റ്. അജി, ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ടൂർണമെന്റിന്റെ കറുത്ത കുതിരകളായ അഫ്ഗാനിസ്ഥാൻ ഫസ്റ്റ് സെമി ഫൈനൽ കളിച്ചത്. അഫ്ഗാനിസ്ഥാൻ വിന്നിംഗ് ദ ടോസ്, ചൂസിംഗ് ടു ബാറ്റ് ഫസ്റ്റ്. ഐ തിങ്ക് ഒബ്വിയസ്ലി ഇത് ഗുഡ് ചോയ്സ്. കാരണം അഫ്ഗാനിസ്ഥാന് കൂടുതൽ ട്രസ്റ്റ് ബാറ്റേഴ്സിനെക്കാളും അവരുടെ ബോളേഴ്സിലായിരിക്കും. അപ്പോൾ സൗത്ത് ആഫ്രിക്കന്റെ ബാറ്റേഴ്സിനെ സെക്കൻഡ് ഇന്നിംഗ്സിൽ അണ്ടർ പ്രഷർ ആക്കുക എന്നുള്ള ലക്ഷ്യം കൊണ്ടായിരിക്കണം ദേ ചോസ് ടു ബാറ്റ് ഫസ്റ്റ്. ഐ തിങ്ക് ദാറ്റ് വാസ് ദ റൈറ്റ് ചോയ്സ്. പക്ഷേ സൗത്ത് ആഫ്രിക്കൻ സീമേഴ്സ് ഹാഡ് അതർ പ്ലാൻസ്. അത് മാത്രമായിരുന്നു ഒരു പ്രശ്നം. At the end of the day, Jansen taking 3 wickets, Rabada taking 2, Nortje taking 2, and Shamsi clearing up the tailenders. At the end, Afghanistan only managing to get 56 on the board. Batters ne patti onnum thanne parayilla. They ഒരുപാട് റിലേ ചെയ്തു ഗുർബാസ്. ഐ തിങ്ക് ആഫ്റ്റർ ദ മാച്ച് ജൊനാഥൻ ട്രോട്ടും പറഞ്ഞു മിഡിൽ ഓർഡർ ആണ് നമ്മുടെ കീ ഇഷ്യൂ ഇപ്പോൾ. in the future Afghanistan will be trying to improve the middle order batting because ഈ വേൾഡ് കപ്പിൽ അവർ ഒരുപാട് ഗുർബാസിനെയും സദറിനെയും നോക്കിയിട്ടാണ്, ലൈക്ക് അവരെ റിലൈ ചെയ്തിട്ടാണ് ബാറ്റിംഗ് ഓർഡർ പോയതെന്ന് ട്രോട്ട് വരെ സമ്മതിച്ചു. ബാറ്റിംഗ് ഓർഡർ നോക്കുകയാണെങ്കിൽ ആകെ ഒമർസൈ മാത്രമാണ് ഡബിൾ ഡിജിറ്റ് കണ്ടത്, 10 റൺ, അതും ലീസ്റ്റ് പോസിബിൾ ഡബിൾ ഡിജിറ്റ്. ബാക്കി എല്ലാവരും സിംഗിൾ ഡിജിറ്റിൽ ഔട്ടായി. ആൻഡ് ഇൻ ദി എൻഡ് ഓൺലി 56 ഓൺ ബോർഡ്. ആസ് എ റിപ്ലൈ, സൗത്ത് ആഫ്രിക്ക ഇറ്റ് വാസ് പ്രെറ്റി മച്ച് ഈസി. ഈവൻ ദോ ഡീകോക്ക് ഫസ്റ്റ് ആദ്യം തന്നെ പോയെങ്കിലും മാർക്രം ആൻഡ് ഹെൻഡ്രിക്സ് മേഡ് ഷുവർ ഇറ്റ് വാസ് എൻ ഈസി വിൻ. വാട്ട് എൽസ് ക്യാൻ വി സേ? അഫ്ഗാനിസ്ഥാൻ എന്താ വെച്ചാല് ഒരു 100 റണ്ണൊക്കെ അടിച്ചിരുന്നെങ്കിൽ പോലും മേ ബി ഒരു ഡിഫെൻഡബിൾ ആകാൻ പറ്റും. കാരണം നല്ലൊരു ബോളിംഗ് ആയിരുന്നു. ഇപ്പൊ നവീനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാണെങ്കിൽ ഫസ്റ്റ് 3 ഓവർ തൊട്ടിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് മാർക്കറിന്റെ ഒരു റിവ്യൂ കൊടുത്തില്ല. റാഷിദ് ഖാൻ മാത്രം കേട്ട സ്നിക്കോ. അങ്ങനെ ഒരു ഇതുവരെ അഫ്ഗാനിസ്ഥാൻ കളിച്ച കളിയിൽ നോക്കുമ്പോൾ ഒരു 120, 130 ആ റേഞ്ചിലുള്ള സ്കോറൊക്കെ ഡിഫെൻഡബിൾ ആണ്. അതേപോലെ തന്നെ ആയിരുന്നു അവർ എക്സ്പെക്ട് ചെയ്തതും. അത് തന്നെ എത്തിയിരുന്നെങ്കിൽ പറ്റുമായിരുന്നു. ഇന്ന് റാഷിദ് ഖാൻ 2 4 അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് ഓക്കെ കുറച്ചും കൂടെ റണ്ണൊക്കെ വരും. പക്ഷെ നോട്ട്ഗിയ ക്ലീൻ ദം അപ്പ്. അങ്ങനെ ഒന്നും ഒരു മൊമെന്റ് ഒന്നും ഇല്ലാത്തൊരു ഇന്നിങ്സ് ആയത് തീരുകയും ചെയ്തു. 50 റണ്ണൊക്കെ ഏത് സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. ആ സർഫസും അങ്ങനെയായിരുന്നു. ലോ സ്കോറിംഗ് മാച്ച് ആയിരുന്നു ഒബ്വിയസ്ലി. പക്ഷെ 56 വാസ് ടു ലോ. എനിക്കൊന്നും മാച്ചിനെക്കാളും നമുക്ക് സംസാരിക്കാനുള്ളത് അതിന് മുന്നും പിന്നും അഗൈൻ ഷെഡ്യൂളിനെ പറ്റി ആൾക്കാർ പറയുന്നതും റാഷിദ് ഖാൻ പറഞ്ഞതൊക്കെയാണ്. ഫോർ അഫ്ഗാനിസ്ഥാൻ ഐ തിങ്ക് മൺഡേ ഒരു മാച്ച് കളിച്ചതിന് ശേഷം, സെയിന്റ് വിൻസെന്റിൽ ഒരു മാച്ച് കളിച്ചതിന് ശേഷം വെനസ്ഡേ ഈ ട്രിനിഡാഡിൽ എത്തേണ്ടിയിരുന്നു. ആ ഫ്ലൈറ്റ് ഡിലേ ആയി 4 മണിക്കൂർ. അപ്പോ ഒരുപാട് ടൈം അവിടെ പോയി. അപ്പോ എന്താ ഉറക്കം കുറഞ്ഞു എന്നൊക്കെയാണ് റാഷിദ് ഖാൻ പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇഫ് ഇറ്റ്സ് എ സെമി ഫൈനൽ വാട്ട് എവർ ഇറ്റ് ഈസ്, യു ഹാവ് ടു ബി ടോപ്പ് നോച്ച്, യു ഹാവ് ടു ബി ഓൺ യുവർ ബെസ്റ്റ്. അത് പറ്റിയില്ല. അങ്ങനെ ഷെഡ്യൂളിന്റെ രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും കേൾക്കാൻ തുടങ്ങുകയാണ് അല്ലെ? അതെ. ഈ ഒരു മാച്ച് മാത്രമല്ല, ഈ ഒരു ഇൻസിഡന്റ് ഫ്ലൈറ്റ് ഡിലേ മാത്രമല്ല, ഇതുപോലെ തന്നെ നമ്മള് ഫ്ലോറിഡ ന്യൂയോർക്ക് മാച്ച് നടന്ന സമയത്ത് പോലും സൗത്ത് ആഫ്രിക്ക, അയർലൻഡ്, എല്ലാവരും ന്യൂസിലൻഡും കൂടെ ഫ്ലോറിഡ ടു ന്യൂയോർക്കിലേക്ക് ട്രാവല് ആ ഷെഡ്യൂളിൽ പോലും ഒരു ഓവർനൈറ്റ് ഡിലേ ഉണ്ടായി. അതായത് ഫുൾ ഡേ അവർക്ക് അടുത്ത ഒരു ദിവസം കഴിഞ്ഞ മാച്ചാണ്. അവർക്ക് ആ ഒരു പ്രാക്ടീസ് അത്രയ്ക്ക് ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു ഡിലേ ഉണ്ടായി. ഇതുപോലെ തന്നെ ഇപ്പൊ ഫൈനൽ നടക്കുന്ന ഈ ഫൈനലിന് പോലും ഒരു 6 അവർ ഡിലേ സൗത്ത് ആഫ്രിക്കൻ ടീം, ICC ഒഫീഷ്യൽസ് എല്ലാം ടെർമിനലിൽ പോയി വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇന്ത്യ അല്ലാതെ ബാക്കി എല്ലാ ടീമുകൾക്കും ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ടോക്സ് മൊത്തം. ഒബ്വിയസ്ലി ടോക്കുകൾ ഉണ്ടാവും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഷെഡ്യൂൾ ഒരുപാട് ഇന്ത്യൻ ടൈമിങ്സും ഒരുപാട് ഇന്ത്യൻ ടീമിന്റെ പെർഫോമൻസും റിലൈ ചെയ്തിട്ടാണ് വേൾഡ് കപ്പ് നടക്കുന്നത്, വിച്ച് ഈസ് ബാഡ്. അപ്പോ ഒബ്വിയസ്ലി ഇങ്ങനെ ടോക്ക് ഇല്ലെങ്കിലേ എന്താ സംശയമുള്ളൂ. ബട്ട് എനിവേസ് ഈ ടോക്സ് ഒക്കെ ഉണ്ടെങ്കിലും ഗ്രൗണ്ടിൽ കളിക്കണം. എന്തൊക്കെ ഫ്ലൈറ്റ് ഡിലേ ആണെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഗ്രൗണ്ടിൽ കളിച്ചാലേ ജയിക്കാൻ പറ്റുള്ളൂ. അത്
സൈഡിൽ കൂടെ അതെ. എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. Which takes us to second semi. India again. England winning the toss, choosing to field first. Rohit Sharma, hitman, does it again. 57 of 39 balls. Excellent form. Hope എന്താ ഇത് തന്നെയായിരിക്കും നമ്മൾ ഫൈനലിലും കാണാൻ പറ്റുമെന്ന് ഹോപ്പ് ചെയ്യാം. വിരാട് കോഹ്ലി ഡിസപ്പോയിന്റ്സ്. ഐ തിങ്ക് ഈ കളിക്കാത്തതെല്ലാം കൂടെ ഫൈനലിൽ കൊണ്ടുപോയി കളിച്ചാൽ അത് രോഹിത് ശർമ്മ പറഞ്ഞ പോലെ ഈ സെയിം അപ് ടു ദ ഫൈനൽ എന്ന് പറഞ്ഞ പോലെ അത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാം, അത്രേ ഉള്ളൂ. പക്ഷേ വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ ലൈക്ക് ഹൗ കോഹ്ലി ഈസ് പ്ലേയിങ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹിസ് ടെമ്പറമെന്റ് ഐ ലൈക്ക് ഇറ്റ്, ബിക്കോസ് ഇത്രയും ടോപ്പ് നോച്ച് പ്ലെയർ ഇത്രയും കാലം ഇത്രയും മാച്ചസിൽ പെർഫോം ചെയ്യാതിരിക്കുമ്പോൾ ഒന്ന് ഡൗൺ ചെയ്ത്, ഒന്ന് ഇന്നിങ്സ് ഡൗൺ ചെയ്ത്, ഒന്ന് എന്താ ഇതാക്കാൻ ആരായാലും നോക്കും. പക്ഷേ വിരാട് കോഹ്ലി സ്റ്റിക്കിംഗ് ടു ഹിസ് പ്ലാൻ അറ്റ്ലീസ്റ്റ്. I'm not saying that's the best plan, പക്ഷേ he's sticking to his plan. He has a plan. പവർ പ്ലേയിൽ അടിക്കുക എന്നുള്ളതാണ് ഹിസ് പ്ലാൻ. ഔട്ടായില്ലെങ്കിൽ he's going to do that. I like it from a senior player. I very much like it. And Pant, I think disappoints, but it's okay. I think he's a big match player. ചിലപ്പോൾ ഫൈനൽ കളിക്കുമായിരിക്കും. Suryakumar does it again. Hardik Pandya again a really nice cameo. Jadeja good cameo. Axis good 6. And yeah, Shivam Dube is again useless. പക്ഷേ അത് നമുക്ക് പിന്നെ പ്രശ്നമില്ല. നമ്മൾ ഇപ്പൊ 10 പ്ലേയേഴ്സിനെ കൂട്ടുന്നുള്ളൂ. 10 പ്ലേയേഴ്സ് ആൻഡ് ശിവം ദുബെ എന്നുള്ള ലെവലിലാണ് ഇന്ത്യൻ ടീം പോകുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ബാറ്റിംഗ് കാർഡ് ലുക്സ് വെരി ഗുഡ് ടു ദ ഫൈനൽസ്. ആ ലോ ബൗൺസിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വളരെ സ്ലോ ആയിട്ടുള്ള ആ ഒരു പിച്ചിൽ 171 in 20 overs വാസ് എ റിയലി ഗുഡ് സ്കോർ. ജോസ് ബട്ട്ലറും കളിക്ക് ശേഷം പറഞ്ഞു ദേവർ ഓൾമോസ്റ്റ് 15-20 runs more than par എന്ന് പറഞ്ഞു. അപ്പം ബാറ്റിംഗ് കാർഡ് ലുക്ക് ഓസം. ആൻഡ് കമ്മിങ് ടു ബോളിംഗ് ആസ് വെൽ, Arshdeep, Bumrah, everyone did their job. Akshar Patel started off things again with Josh Butler, the guy with the golden arm. Josh Butler first ball reverse ചെയ്യാൻ നോക്കുന്നു and he's gone. Kuldeep Yadav excellent bowling. Ravindra Jadeja not so much, but not so bad. So all in all looks good അല്ലേ for the finals. അതാണ് ഭയങ്കര ഡോമിനേഷൻ തന്നെയായിരുന്നു. എങ്ങനെ പിച്ചിനെ അഡാപ്റ്റ് ചെയ്ത് തൊട്ട് പിന്നെ അത് ഇന്നിങ്സ് എൻഡ് ചെയ്തത്, പിന്നെ കണ്ടിന്യൂസ്ലി വിക്കറ്റാണ്. ബാറ്റിംഗ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ച് ഫസ്റ്റ് സെമിഫൈനലിനെ പോലെ ഇവര് ഒരു 60-നുള്ളിൽ ഓൾ ഔട്ട് ആവുന്നു. 1-2 6 ജോഫ് ആർച്ചർ അടിച്ച് കുറച്ച് റണ്ണൊക്കെ കിട്ടി, അങ്ങനെ പോയി. പിന്നെ ലിവിങ്സ്റ്റൺ ആയിരുന്നു നമുക്കൊരു ഡേഞ്ചർ ഉണ്ടായ, ഓനെ റൺഔട്ട് ആക്കി വിട്ടു. അങ്ങനെ പറയാൻ ഭയങ്കര കൺവിൻസ് ആയി. കുൽദീപ് യാദവിനൊന്നും റീഡ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. എന്തുകൊണ്ട് ഫസ്റ്റ് ഹാഫിൽ കുൽദീപ് യാദവിനെ കളിപ്പിച്ചില്ല, എന്തുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ കളിപ്പിച്ചു, എല്ലാം കൂടെ എന്തുകൊണ്ട് 4 സ്പിന്നേഴ്സിനെ എടുത്തു, എല്ലാത്തിനും റിപ്ലൈ ആണ് ഈ ഒരു ലാസ്റ്റ് 2-3 മാച്ച് നമ്മൾ കണ്ടത്. കുൽദീപ് യാദവ് അറ്റ് ഹിസ് ബെസ്റ്റ്, അതേ സെയിം പെർഫോമൻസ് നമ്മൾ ഫൈനലിൽ പ്രതീക്ഷിക്കുന്നു. കൺവിൻസിങ്. എനിക്ക് ആ മാച്ചിൽ ഒരു കാര്യം എക്സ്ട്രാ പറയാനുള്ളത്, ഐ എം വെരി മച്ച് കൺഫ്യൂസ്ഡ് വൈ ഇംഗ്ലണ്ട് ചോസ് ടു ഫീൽഡ്. കാരണം ടോസിന് ശേഷം രവിശാസ്ത്രി രോഹിത് ശർമ്മനോട് ചോദിച്ചപ്പോൾ രോഹിത് ശർമ്മ പറഞ്ഞു വി വർ ഗോണ ബാറ്റ് ഫസ്റ്റ്. കാരണം ഇന്ത്യ given all the other performances in the World Cup, clearly bat first ടീമാണ്. ബാറ്റ് ഫസ്റ്റ്, പുട്ട് റൺസ് ഓൺ ദ ബോർഡ്, പിന്നെ സ്പിന്നേഴ്സ് വന്ന് തീർക്കുക എന്നുള്ള ഒരു സ്കീമിലാണ് ഇന്ത്യ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഐ എം ഷുവർ ഫൈനലിൽ ടോസ് കിട്ടുകയാണെങ്കിൽ ബാറ്റിംഗ് ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. സോ അങ്ങനെയുള്ള ഒരു ടീമിനെതിരെ നോയിങ് ദാറ്റ് വേൾഡ് ക്ലാസ് സ്പിന്നേഴ്സ് ഉണ്ട് ഇന്ത്യക്ക്, കുൽദീപ്, അക്സർ, ജഡേജ, എവരിബഡി ഈസ് ഇൻ ഫോം എന്ന് അറിഞ്ഞുകൊണ്ട് ജോസ് ബട്ട്ലർ വൈ ഡിഡ് ഹി ഫീൽഡ് ഫസ്റ്റ്? ജോസ് ബട്ട്ലർ എന്നിൽ പറഞ്ഞു അതൊരു ചെറിയൊരു മിസ്റ്റേക്ക്. കാരണം ജോസ് ബട്ട്ലർ വിചാരിച്ചത് ത്രൂ ഔട്ട് ദ ഇന്നിങ്സ് പിച്ച് സെയിം ആയിട്ട് തന്നെ ഇരിക്കുന്നു, ഒന്നും മാറില്ലെന്ന്. പക്ഷേ സെക്കൻഡ് ഇന്നിങ്സിൽ കുറച്ചും കൂടെ സ്പിന്നും കിട്ടി നമ്മുടെ സ്പിന്നേഴ്സിന്. പ്ലസ് ജോസ് ബട്ട്ലർ പറഞ്ഞ വേറൊരു മിസ്റ്റേക്ക്, മോയിൻ അലിനെ ബോൾ ചെയ്യിപ്പിച്ചില്ല. അതാണ് വേറൊരു അത് ചെയ്യിപ്പിക്കായിരുന്നു. കാരണം ടുവേർഡ്സ് ഒരു 10-12 ഓവർ ആയപ്പോൾ മനസ്സിലായി പേസ് എറിഞ്ഞിട്ട് കാര്യമില്ല, സ്പിന്നേഴ്സിനാണ് കൂടുതൽ. അക്സെപ്റ്റ് ചെയ്തു ജോസ് ബട്ട്ലർ. ക്രിസ് ബോളിംഗ് കാർഡ് നോക്കുകയാണെങ്കിൽ ആദിൽ റഷീദ്, ലിവിങ്സ്റ്റൺ, 2 സ്പിന്നേഴ്സും ഗോയിങ് അറ്റ് 6 an over ഫോർ ഇംഗ്ലണ്ട്. സീമേഴ്സ് നോക്കുകയാണെങ്കിൽ ക്രിസ് ജോർഡൻ 3 over 37, സാം കറൻ 2 over 25,
ജോഫ്ര 4 ഓവറിൽ 33, ടോപ്ലി 3 ഓവറിൽ 25. എവറിബഡി ഗോയിങ് അറ്റ് 8 and more than 8 per over. I think yeah, and that's that. It will be South Africa versus India in the finals, and a battle of chokers, അല്ലേ? ഒന്ന് പറഞ്ഞാൽ ജനറേഷണൽ ചോക്കേഴ്സും പിന്നെ ഈ ഡെക്കേഡിലെ ചോക്കേഴ്സും തമ്മിലുള്ള കളി. ആര് ജയിച്ചാലും ഒരു വലിയൊരു ഹാർട്ട് ബ്രേക്ക് ആയിരിക്കും. ഇപ്പൊ ഇന്ത്യ ജയിച്ചാല് സൗത്ത് ആഫ്രിക്ക വീണ്ടും ആ ചോക്കേഴ്സ് ആയി കണ്ടിന്യൂ ചെയ്യും. അതേ സെയിം തന്നെയാണ് സൗത്ത് ആഫ്രിക്ക ജയിച്ചാല്. Exactly. ഇന്ത്യൻ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സപ്പോസ് തോക്കുകയാണെങ്കിൽ പോലും ആ സൈഡിൽ ഒരു ചെറിയൊരു ഹാപ്പിനെസ് ഉണ്ടാവും. സൗത്ത് ആഫ്രിക്കനെ അത്രയ്ക്ക് ഒരു എന്താ പറയാ ഇഷ്ടപ്പെടുന്ന ഒരു ഫാൻസ് ആണ് ഇന്ത്യൻ ഫാൻസ്. ലൈക്ക് ഇപ്പോ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് Fans ജയിക്കുന്ന ആണെങ്കിൽ പോലൊന്നും അല്ല. ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് വന്നവർ ജയിക്കുന്ന പോലൊന്നും അല്ല. ഒരു ഹെയ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അല്ല സോ അതുകൊണ്ടൊരു നമ്മളും കുറച്ച് ഹെയ്റ്റ് ക്രിയേറ്റ് പ്രഷറിലെസ് ചെയ്തതിന് ആയിട്ട് അതിന്റെ കാരണം സൗത്ത് ആഫ്രിക്ക ഇത്രയും കാലം വളരെ നല്ല ക്രിക്കറ്റിംഗ് ടീമായിട്ടും ഇന്നേ വരെ ഒരു വേൾഡ് കപ്പ് ഇല്ല എന്നുള്ളതിന്റെ ഒരു സിമ്പതിയാണ്. അല്ലാതെ ഹേറ്റ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം പ്ലസ് അവരുടെ എപ്പോഴും പ്ലേയേഴ്സിനെ അണ്ടർഡോഗ്സിനോടുള്ള ഒരു സ്നേഹം പോലെ, അതായത് കപ്പ് കിട്ടാത്ത ഒരു ടീമിനോട് നമുക്കൊരു സ്നേഹം ഉണ്ടാവുമല്ലോ, അതും പ്ലസ് അതിന്റെ ഇപ്പൊ എഫക്റ്റ് ആണ്. ഡിവിലിയേഴ്സ് എന്നുള്ള പ്ലെയറിനെ ഇപ്പം RCBക്കുള്ള ഒരു ഫോളോയിങ് ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. അവര് ഇത്ര കാലം ആ ഒരു ഇഷ്ടം ഇപ്പൊ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. ഒരു ബാംഗ്ലൂർ നടക്കുന്ന ഒരു കളിയില് ഇന്ത്യ തോക്കാൻ പോവാ, അപ്പൊ ഡിവിലിയേഴ്സ് അടിച്ച് പൊളിച്ചോണ്ടിരിക്കുക. അവിടെ നിന്ന് ചാൻഡ് ഉണ്ട് ബാംഗ്ലൂരില്, ABD എന്ന് പറഞ്ഞു. അപ്പം സൗത്ത് ആഫ്രിക്കയെ കുറച്ച് പ്ലെയേഴ്സിനോടുള്ള ഇഷ്ടവും ഈ നീ പറഞ്ഞ പോലെ ആ ഒരു സിമ്പതി ഉണ്ട്. അത് ഫാൻസ് ഒരു ന്യൂട്രൽ ആയിട്ടായിരിക്കും കാണുന്നത്. അതായത് അത്ര പ്രഷറോടെ കാണില്ല. ന്യൂട്രൽ ആയിട്ടൊന്നല്ല, അത്ര പ്രഷറോടെ കാണില്ല. തോറ്റാലും ഓക്കെ സൗത്ത് ആഫ്രിക്കയാണ് ജയിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റിലാണ്. ഐ തിങ്ക് ലുക്കിംഗ് ഇൻ ടു മാച്ചപ്പ് സ്ക്വാഡ്സ് രണ്ടും നോക്കുകയാണെങ്കിൽ ഫോർ ദ ഫൈനൽ രണ്ടുപേരും അൺചേഞ്ച്ഡ് ആയിരിക്കണം. ഇഞ്ചുറീസ് ഒന്നും ഇല്ലെങ്കിൽ, ഗിവൺ ദാറ്റ് സെമി ഫൈനലിൽ രണ്ട് ടീമും വളരെ നന്നായി കളിച്ചു. അപ്പോൾ അൺചേഞ്ച്ഡ് ആയിരിക്കണം രണ്ട് ടീമും ഇറങ്ങുന്നത്. Very key will be how the spinners will be bowling. I think India, we have talked about വളരെ വേൾഡ് ക്ലാസ് സ്പിന്നേഴ്സ് ആണ്. കുൽദീപ്, അക്സർ, ബോത്ത് ഇൻ ഗുഡ് ഫോം. ജഡേജ ക്യാൻ ബി ഇൻ ഫോം എനി ഗെയിം. സോ നല്ല സ്പിന്നേഴ്സ് ആണ്. സൗത്ത് ആഫ്രിക്കയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ഷംസി ഈസ് ഇൻ ഗുഡ് ഫോം ആൻഡ് കേശവ് മഹാരാജ് ഈസ് എ റിയലി ഗുഡ് സ്പിന്നർ, ലെഫ്റ്റ് ആം. I think when Keshav Maharaj bowls in the middle overs, ശിവം ദുബെയുടെ ഇന്നിങ്സ് ക്രൂഷ്യൽ ആയിരിക്കും. ഇഫ് ഇന്ത്യ ഇസ് ഇൻ പ്രഷർ, മിഡിൽ ഓവേഴ്സിൽ ശിവം ദുബെസ് റോൾ ഇസ് ദാറ്റ്, അതാണ് റോൾ. അപ്പോൾ ലെഫ്റ്റ് ആം കേശവ് മഹാരാജ് ഓർ ഷംസി എറിയുമ്പോൾ ഹൗ ദുബെ റെസ്പോൺസ് ടു ഇറ്റ്, ക്യാൻ ഹി ഗെറ്റ് ദം ഔട്ട് ഓഫ് ദ പാർക്ക് എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് വൺ മാച്ചപ്പ് വി ആർ ലുക്കിംഗ് ഫോർ, സൗത്ത് ആഫ്രിക്കൻ സ്പിന്നേഴ്സ് അഗെയിൻസ്റ്റ് ഇന്ത്യൻ ബാറ്റേഴ്സ് ഇൻ ദ മിഡിൽ ഓവേഴ്സ്. പ്ലസ് ഹൗ South Africa openers is going to face Bumrah. Either they are going to just let him go for 6 an hour or they are going to attack based on toss. എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഇന്ത്യ ബാറ്റ് ചെയ്യുന്ന വിചാരിക്കുന്നു, പിന്നെ അവർ ചേസ് ചെയ്യുമ്പോൾ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതുപോലെ ആദ്യം തന്നെ മുട്ടിക്കളിച്ച് പാകിസ്ഥാനെ പോലെ മുട്ടി കളിച്ച് ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്ക പോയാല് they are not going to win. I personally don't think ബുംറേനെ വിടുന്നു. കാരണം ദാറ്റ്സ് നോട്ട്, അതൊരു എന്താ മതളകി വരുന്ന ആനയുടെ മസ്തകത്തിൽ അടിക്കണം എന്ന് പറയുന്ന പോലെ ബുംറേനെ അറ്റാക്ക് ചെയ്തേ പറ്റൂ. 4 ഓവർ ചുമ്മാ പോട്ടെ എന്ന് വിചാരിച്ചാൽ അത് 20% ഓഫ് ദ ഇന്നിങ്സ് ആണ് 4 ഓവർ എന്ന് പറയുന്നത്. ബുംറേനെ അറ്റാക്ക് ചെയ്തേ പറ്റൂ. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ക്വിന്റൺ ഡിക്കോക്ക് ഓർ ഹെൻഡ്രിക്സ് രണ്ടുപേരും അങ്ങനെ നോക്കുന്നത്. ദേ വിൽ ബി പ്ലേയിങ് ഗുഡ് ഷോട്ട്സ്, മേ ബി കൂടുതൽ റിസ്ക് എടുക്കില്ലായിരിക്കും. പക്ഷേ ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് 8 an over ബുംറേനെ അടിക്കാനുള്ള ഒരു ടാർഗറ്റ് ആയിരിക്കണം അവർക്കെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓൾസോ ഓൺ ദ അതർ എൻഡ് ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ ആൻഡ് വിരാട് കോഹ്ലി ഡെഫിനറ്റ്ലി ഷുവർ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഇതുവരെ നമ്മൾ കണ്ട അതേ അറ്റാക്കിംഗ് ഇത് തന്നെ ആയിരിക്കും ഫൈനലിലും കാണാൻ പോകുന്നത്. ആൻഡ് ദേ ഹാവ് ടു ഡു ഇറ്റ് അഗെയിൻസ്റ്റ് മാർക്കോ യാൻസൺ ആൻഡ് റബാഡ ദിസ് ടൈം. നോർക്കെ ഇത്രയും കാലം കണ്ടത് മിഡിൽ ഓവേഴ്സിൽ പവർ പ്ലേക്ക് ശേഷം അറ്റാക്കിലേക്ക് വരുന്ന പോലെയാണ് ഇതുവരെ കണ്ടത്. അങ്ങനെ തന്നെ ആയിരിക്കണമെങ്കിൽ നോർക്കെ മിഡിൽ ഓവേഴ്സ് ആൻഡ് ഡെത്ത് ആയിരിക്കും കൂടുതലും. ഇറ്റ് വിൽ ബി ടഫ്. പക്ഷേ രോഹിത് ശർമ്മ ആൻഡ് വിരാട് കോഹ്ലി are meant to play the toughest in the game, so it should be fine.
And I think that's it with the final lineup. വളരെ നല്ല ടീം, അൺഡിഫീറ്റഡ് ടീംസ്, രണ്ടും അൺഡിഫീറ്റഡ് ടീംസ് ആണ്. അപ്പോ അപ്പൊ കപ്പ് എടുക്കാൻ പോകുന്നത് അൺഡിഫീറ്റഡ് ആയിട്ടുള്ള ഒരു ടീം ആയിരിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. ഇതുവരെ ആരും അൺഡിഫീറ്റഡ് ടീം എടുത്തിട്ടില്ല ഹിസ്റ്ററി ഓഫ് വേൾഡ് കപ്പ്. അതെ. I think last ഒരു segment, because we will not be discussing about this later. ഇന്ത്യൻ ബെഞ്ച് അല്ലെ, ഇന്ത്യൻ ബെഞ്ച് എന്ന് പറയുന്നത് ടഫ് ലക്ക് ആണ്. ഐ തിങ്ക് മുഹമ്മദ് സിറാജ് ഒഴികെ ബാക്കി 3 പേരും കളിച്ചിട്ടില്ല. രാജസ്ഥാൻ റോയൽസ് ഘടകത്തിനെ ടീമിലെടുത്ത് സന്തോഷിപ്പിച്ച് 3 പേരെയും കളിപ്പിച്ചിട്ടില്ല. ജയ്സ്വാൾ, ചഹൽ ആൻഡ് റോൺസ് കീപ്പർ സഞ്ജു സാംസൺ. ഇന്നലെ ഒരു മീം ഉണ്ടായിരുന്നു, ജോസ് ബട്ട്ലർ അറബിക് അതല്ലേ അത്. ടഫ് ലക്ക് ആണ്. 3 പേരും വളരെ നല്ല പ്ലേയേഴ്സ് ആണ്, പക്ഷെ സ്പോട്ടില്ല. ഐ തിങ്ക് സഞ്ജു സാംസണിനെ, പക്ഷെ എല്ലാരും പറയുന്നത് സഞ്ജു സാംസൺ ഈസ് വെരി അൺലക്കി. എപ്പോഴും പറഞ്ഞത് ഇത് തന്നെയാണ്. എപ്പോഴും ടീമിൽ കിട്ടുന്നതിന് മുന്നേ ആൾക്കാർ പറഞ്ഞു, ഇത്രയും നല്ല IPL പ്ലെയർ, ഇത്രയും നല്ല ഡൊമസ്റ്റിക് പ്ലെയർ എന്തുകൊണ്ട് ഇന്ത്യൻ സ്ക്വാഡിൽ കിട്ടുന്നത്, അൺലക്കി എന്ന് പറയുന്നു. അങ്ങനെ വേൾഡ് കപ്പ് T20 ഇതിൽ കിട്ടുന്നു, അപ്പൊ എല്ലാവരും കൈയടിക്കുന്നു. പിന്നെ ഇതിൽ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, 11ൽ എത്തണ്ടേ, അത് എത്തുന്നില്ല. അപ്പൊ പിന്നെ അൺലക്കി ശിവൻ ദുബേനെ ചീത്ത വിളിക്കുന്നു. അങ്ങനെ പോകുന്നു. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ, ഗിവൺ ദിസ് സ്റ്റേജ്, ഈ ഒരു പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ സഞ്ജു സാംസൺ ഈസ് വൺ ഓഫ് ദ ലക്കിയസ്റ്റ്. കാരണം ഇന്ത്യ ഫൈനൽ തോക്കുകയാണെങ്കിൽ സഞ്ജു സാംസണിന് യാതൊരു ഇതും ഇല്ല. കാരണം എന്താ, കളിച്ചിട്ടില്ല. അപ്പോ എല്ലാരും പറയും ശിവൻ ദുബേനെ എടുത്തിട്ടാണ്. സഞ്ജു സാംസണിന് പകരം എടുത്തിരുന്നെങ്കിൽ ജയിച്ചേനെ. അപ്പോ സഞ്ജു സ്റ്റാർ. ഇനി ജയിച്ചു എന്നിരിക്കട്ടെ ഫൈനൽസ്, വളരെ ഈസി ആയിട്ട് യാതൊരു പരിശ്രമവും ഇല്ലാതെ വേൾഡ് കപ്പ് വിന്നിംഗ് ടീമിന്റെ ഭാഗം മെഡൽ സുഖം. അപ്പൊ എങ്ങനെ നോക്കിയാലും സഞ്ജു സാംസൺ ഒരു നല്ല പൊസിഷനിലാണ്. ജസ്റ്റ് കിഡിങ്, ഐ നോ എന്താണ് കളിക്കാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ടാവും. പക്ഷെ റിയാലിറ്റി ഇപ്പൊ പറയുകയാണെങ്കിൽ പോലും ഇപ്പൊ എല്ലാരും പറയുന്നത് കറക്റ്റാണ്. ഇപ്പൊ ശിവൻ ദുബൈനെ പറയുന്ന പ്ലെയർ എങ്ങനെയോ എത്തിപ്പെട്ടു. കണ്ടിന്യൂസ് ഇപ്പൊ എത്രയാ 10 കളിയാ, 10-12 കളി കൊടുക്കുന്നു. അതിലൊരു 80% ഫെയിലിയർ. എന്നിട്ട് അവർ ചാൻസ് കൊടുക്കുന്നു. സഞ്ജുവിന് എന്താ കിട്ടിയത്? വാം മാച്ച് കിട്ടി. വാം മാച്ചിൽ 2ാമത്തെ ബോളിലും 3ാമത്തെ ബോളിലും ഔട്ടായി. അത് വെച്ച് വിലയിരുത്തുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ അത് മാത്രമേ കൊടുത്തുള്ളൂ. ഇതുപോലെ തന്നെ ത്രൂ ഔട്ട് ദ കാരിയർ ഒരു കഷ്ടിച്ച് ഒരു 10 കളി അടുപ്പിച്ചു കൊടുത്ത് ഇതുവരെ ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. ഒരു 10 കളി. ഇപ്പൊ എത്രയോ പ്ലേയേഴ്സിന്, രോഹിത് ശർമ്മന് കിട്ടിയ ബാക്കപ്പ് സ്റ്റാർട്ട് ഓഫ് ദ കരിയർ, അതുപോലെ ഇപ്പൊ ശിവൻ ദുബെ, അതുപോലെ കുറെ പ്ലേയേഴ്സിന് കിട്ടിയിട്ടുണ്ട്. ഒരു 10 മാച്ച് അല്ലെങ്കിൽ ഒരു 3-4 സീരീസ് കൊടുക്കുന്നു, എന്നിട്ട് അവരെ വിലയിരുത്തുന്നു, എന്നിട്ട് അവർ ഫോം ആവുന്നു, പിന്നെ അവർ ടീമിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പ്ലേ ചെയ്യുന്നു. അങ്ങനെ അതുകൊണ്ടാവാം ഇത് അൺലക്കി ഫാക്ടർ നമ്മൾ പറഞ്ഞു പോകുന്നത്. അല്ലാതെ സഞ്ജുവിന് ഒരു 3 കളി കൊടുത്തിട്ട് 2 കളി കളിച്ചില്ല, 1 കളി കളിച്ചു, അല്ലെങ്കിൽ ക്രൂഷ്യൽ ഒരു കളിയിൽ ജയിക്കേണ്ട കളി ജയിപ്പിച്ചില്ല, അങ്ങനെ പറഞ്ഞു വിലയിരുത്തുക. അന്ന് തന്നെ കരിയർ പോയി. സഞ്ജു ആരാ അറിയോ? സഞ്ജു സിംബാബ്വെ സ്റ്റാർ. സിംബാബ്വേയിൽ ഒരു സീരീസ് ഉണ്ടോ മോനെ, സഞ്ജു ബാ പോയി കളിക്കും. അവിടെ ഒരുത്തം വരുന്നുണ്ട്, വിക്കറ്റ് കീപ്പർ, വേറൊരു വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷൻ എന്ന് പറഞ്ഞ്. ഞാൻ വിചാരിച്ചു സഞ്ജുവിന് മാത്രമാണ് കീപ്പറായിട്ട് എടുക്കാൻ പോകുന്നത്. പക്ഷെ അവിടെ ഇഷാൻ കിഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. അറിയില്ല. സിംബാബ്വെ സ്റ്റാർ സിംബാബ്വേയിൽ കളിച്ച് പഠിക്കട്ടെ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫ്രം പാഡിഫീൽഡ് ക്രിക്കറ്റർ ദിസ് ടൈം. ഫൈനൽസ് ആർ ഓൺ സാറ്റർഡേ 8 മണി. എൻജോയ്. താങ്ക് യു.